ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നമുക്കൊരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് മാർക്കറ്റ് ആയിരുന്നു. നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി. പിന്നെ നമുക്ക് സ്ലോലി താഴെ വന്നു. ഇന്നലത്തെ ഡേ ഹൈ ഒക്കെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകും, റീബൗൺസ് ഒക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. ബട്ട് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഇന്നൊരു കറക്റ്റ് ഒരു ഡിസിഷൻ ഇന്നലെ നമ്മൾ മെയിനായിട്ട് FIDA ഡാറ്റ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. മീൻസ് ഒരു FIS ഒരു നെഗറ്റീവ് സൈഡും പ്രോ ആണെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ രണ്ട് ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ഡയറക്ഷനിൽ വരുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അതുകൊണ്ട് വേറെ ട്രേഡ് കാര്യങ്ങളൊന്നും ഇന്ന് നമ്മൾ കെയർ ചെയ്യില്ല. നമ്മൾ ടെലിഗ്രാമിലും കൊടുത്തില്ല. ബട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു, ഷോർട്ട് സ്ട്രാഡിൽ ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് സ്ട്രാഡിൽ ഏകദേശം ഉണ്ടായി. ബട്ട് നമുക്ക് എന്താ പറയാ, ഒരു അത് മേളിലാവോ താഴേക്കോ, അപ്പൊ അങ്ങനെ ഒരു കറക്റ്റ് ഒരു എക്സാക്ട് വ്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് വേറെ നമുക്കൊരു വ്യൂ വേണമല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു പൊസിഷൻ ആണെന്നുള്ളത് നമ്മൾ ആ ഒരു വ്യൂവിൽ വേണം നമ്മൾ എപ്പോഴും കയറാൻ. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്ന മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു വ്യൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. പ്ലസ് നാളെ നമുക്ക് ഇന്നിപ്പോ ഈ ആഴ്ച നമുക്ക് വീക്കിലി എക്സ്പയറി എല്ലാം കഴിഞ്ഞ് എനിവേ നമുക്ക് എങ്ങനെയായിരിക്കും നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ ഒരു ഗ്രീൻ, പിന്നെ നമുക്ക് അവിടെ നിന്ന് സ്ലോലി താഴേക്ക്, പിന്നെ ഇന്നലത്തെ ഡേ ഹൈ ഒക്കെ ഒന്ന് സപ്പോർട്ട് എടുത്തു. ബട്ട് അവിടെ ഒരു ഫുള്ള് കൺസോൾട്ടേഷൻ, ക്യാൻഡിൽസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം വളരെ ചെറിയ ക്യാൻഡിൽസ് ആയിരുന്നു ഇന്ന് ഫോം ചെയ്ത് തന്നെ. താഴേക്കാണെങ്കിലും സൈഡ് വൈസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി സൈഡ് വേസ്. ചിലപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക്ഔട്ട് മേളിലേക്ക് തരും. ഇപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ടിലൊക്കെ ആരെങ്കിലൊക്കെ പെട്ടെന്ന് പീ കയറിയിട്ടുണ്ടെങ്കിൽ, കാരണം താഴെയുള്ള ഡിമാൻഡ് സോണിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം. ആ ഡിമാൻഡ് സോണിൽ തട്ടി, അതോടൊപ്പം നമുക്ക് 21,600 ലെവൽ, 21,700 ഈ ഒരു ലെവലും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവലായിരുന്നു ഡിമാൻഡ് സോണിനോടൊപ്പം തന്നെ. അപ്പോൾ ആ രണ്ട് ലെവലിലും ആണ് ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ താഴെ ഡിമാൻഡ് സോൺ ഉണ്ടായി. ആൻഡ് വളരെ ചെറിയ മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായത്. ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓൾമോസ്റ്റ് ആ സെയിം രീതിയിൽ തന്നെയായിരുന്നു. 47,500 നമ്മൾ ഇന്നലെ സംസാരിച്ചു, ആ ഒരു ലെവലിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്തത്. ഒരു ചെറിയൊരു സെൽ ഓഫ് വന്നു, ബട്ട് ഡിമാൻഡ് സോണിൽ അതും സപ്പോർട്ട് എടുത്തിട്ട് നേരെ 47,500 എന്നുള്ള ലെവലിൽ തന്നെ എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒക്കെ, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിരുന്നു എൻഡ് ചെയ്തത്. ഇനി നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള OA ചാർട്ട് ഒന്ന് നോക്കാം. ആദ്യം നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റി ഇൻട്രാഡേയിൽ നമ്മൾ ഇന്നിപ്പോൾ ഇത് അവസാനിച്ചല്ലോ. ഇപ്പോൾ 21,700 മാക്സിമം കോള്, 21,500 മാക്സിമം പുട്ട്. ബട്ട് പുട്ട് നമുക്ക് വളരെ ചെറുതായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. 21,600 കോളും പുട്ടും ഉണ്ട്. മാക്സിമം റെസിസ്റ്റൻസ് അപ്പോൾ 21,700 ആക്കണേണ്. ഫോർ ദ 21,700 കറണ്ട് വീക്കിലെ റെസിസ്റ്റൻസ് അവിടെ ചെറിയൊരു പുട്ടാണ് ബിൽഡിംഗ് ഉള്ളത്. നമുക്ക് ഗ്യാപ്പ് അപ്പ് വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനൊരു ചേഞ്ച് വരുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് 21,600 ഓൾമോസ്റ്റ് നമ്മൾ പറയുന്ന മാതിരി തന്നെ ഒരു ഷോർട്ട് സ്ട്രാഡിൽ 21,500 പുട്ടുണ്ട്. ബട്ട് നമുക്ക് അത്രയും ഒരു റെസിസ്റ്റൻസ് അവിടെ ഇല്ല, സപ്പോർട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ലൈറ്റ് ആക്കി വെക്കാണ്. അപ്പോൾ 600 ഷോർട്ട് സ്ട്രാഡിൽ 700 റെസിസ്റ്റൻസ് നമ്മൾ കുറച്ച് ഹാർഡാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എവിടെയെന്ന് മനസ്സിലായി, സ്ട്രാഡിൽ എവിടെയെന്ന് മനസ്സിലായി, സപ്പോർട്ട് എവിടെയെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നമുക്ക് സപ്പോർട്ട്, താഴേക്കുള്ള സപ്പോർട്ട് കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നു. മീൻസ് കോൾസ് ആണ് അധികമായിട്ട് നിൽക്കുന്നത്. ആൻഡ് അതിൻ്റെ PCR കാണാം. PCR 0.73, 0.8ൻ്റെ അടുത്താണ്. മീൻസ് അത് വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെത് നമുക്ക് ഇതിലും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിക്ക് സ്ട്രാഡിൽ എല്ലായിടത്തും 47,500 സ്ട്രാഡിലുണ്ട്, 47,48 സ്ട്രാഡിലുണ്ട്. ബാങ്ക് നിഫ്റ്റി കുറച്ചൊരു പോസിറ്റീവ്, ബിക്കോസ് നമുക്ക് നല്ല രീതിയിലുള്ള പുട്ട് ബിൽഡിംഗ് അവിടെ കാണാനും കഴിയുന്നുണ്ട്. 1.2 PCR കാണിക്കുന്നുണ്ട്. അതൊരു കുറച്ച് പോസിറ്റീവ് സൈഡാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് അപ്പോൾ നിഫ്റ്റിനെ പോലെയല്ല ബാങ്ക് നിഫ്റ്റി കുറച്ച് സ്ട്രാഡിൽ 47,500 ഉണ്ട്, 40
47,800 അല്ല 48 ഒരു സ്ട്രാഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ട്രാഡിലാക്കണം. കുറച്ച് ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആണ് കൂടുതൽ. 47,800 എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. 47,800 നത്തിങ്. അപ്പോൾ 47,800 തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ആക്കുകയാണ്. ആൻഡ് സോണ് ഇപ്പം ഇന്നത്തെ സോണൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആക്കുകയാണ്. ദെൻ അപ്പോൾ ഇനി നമുക്ക് നാളെ നോക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് സ്ട്രാഡിലാറ്റ് 47,500 തന്നെ കണ്ടിന്യൂ ചെയ്യണം. 48 മീൻസ് അവിടെയും ഒരു പുട്ട് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഒരു പോസിറ്റീവ് ബയാസ് ആണ് OA ചാർട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം 47,500 ഓൾറെഡി പുട്ട് ബിൽഡ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് 48 പുട്ട് ബിൽഡിംഗ് കാണാൻ കഴിയുന്നുണ്ട്. സോ അത് നമുക്ക് നല്ലൊരു സൈനാണ്. ദെൻ 47,000 എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്. ആ സപ്പോർട്ട് നമുക്ക് കുറിച്ച് ഓക്കെ അത് നല്ല ഗ്രീൻ ആക്കാം. 47 നല്ല രീതിയിൽ സപ്പോർട്ടും വരുന്നുണ്ട്. ഈവൻ 48 അപ്പോൾ അത് ഒരു 48 പുട്ട് അൺവൈൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഒരു എഫക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നാളത്തെ മാർക്കറ്റ് നോക്കാം. ഓപ്പണിംഗ് ലെവൽസ് നോക്കിയിട്ട് നമുക്ക് അതിനൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OAയിൽ നമുക്ക് ക്ലിയർ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് എവിടെയും തരുന്നില്ല. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായിട്ട് നിൽക്കുന്നു. നിഫ്റ്റി ഒരു താഴേക്കുള്ള PCR അടക്കം നമുക്ക് താഴേക്ക് ആണ് സൂചിപ്പിക്കുന്നത്. മീൻസ് കംപ്ലീറ്റ്ലി ഔട്ടായെന്നല്ല, സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് രണ്ട് സൈഡ് ആണെങ്കിൽ നിഫ്റ്റി താഴേക്കും ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഫേക്ക് ഔട്ടിനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും സോണും കൂടി വാച്ച് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ദെൻ ഇനി നമുക്ക് നമ്മുടെ FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ മെയിനായിട്ട് ഇന്നത്തെ കാണുമ്പോൾ FIS ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മൈൽഡ് ബുള്ളിഷും അവർ FIS ഇന്ന് ശരിക്കും മൈൽഡിലാണ് രണ്ട് സൈഡും. അപ്പുറം ഇപ്പുറം ഒക്കെ താഴെയാണെങ്കിലും മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മൈൽഡ് ബുള്ളിഷ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈൽഡ് ബിയറിഷും, പ്രോ ആണെങ്കിൽ കുറച്ചും കൂടി മീഡിയം ബുള്ളിഷ് ആൻഡ് മീഡിയം ബിയറിഷ്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഡയറക്ഷൻ അവിടെയും നമുക്ക് FISന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നലെ കംപ്ലീറ്റ്ലി FIS നെഗറ്റീവും പ്രോ ആണെങ്കിൽ പോസിറ്റീവും. അപ്പോൾ ആ ഒരു നമുക്ക് മേളിലേക്കും കിട്ടിയില്ല, മീൻസ് താഴേക്ക് വീണിട്ടും ആ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് മേളിലേക്കൊക്കെ വന്നു. ഒരു കൺഫ്യൂസ്ഡ് ലെവലായിരുന്നു ഇന്നലെയും നമുക്ക് FIDA ഡാറ്റ തന്നത്. സോ അത് നമുക്ക് ഇന്ന് മാർക്കറ്റിലും കാണാൻ പറ്റി. അപ്പോൾ നാളത്തേക്കാണെങ്കിലും ഈക്വലി അത് രണ്ടുപേരും ആ ഒരു സെയിം റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ കീപ്പ് ചെയ്യും തന്നെ വിചാരിക്കുക. മീൻസ് ബുള്ളിഷ് ആയിട്ടും അവരുടെ വ്യൂ ഉണ്ട്, ബിയറിഷ് ആയിട്ടുള്ള വ്യൂവും അവിടെ നമുക്ക് കാണാം. ദെൻ ഇനി നമുക്ക് FISന്റെ ഇന്ന് രണ്ടുപേരും FISന്റെ ഇൻഡെക്സ് ഓപ്ഷൻസിൽ നമുക്ക് സെല്ലിങ് കാണാം. ബട്ട് പുട്ട് ചേഞ്ചിൽ കുറച്ചൊരു ബുള്ളിഷ് ആണ് കാണിക്കുന്നത്. ബട്ട് ഓവറോൾ രണ്ടും നെഗറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല ഒരു പുട്ടിനെ വെച്ച് കോളിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പുട്ട് കുറഞ്ഞു നിൽക്കുന്നതെന്ന് മാത്രം. നമുക്ക് പോസിറ്റീവ് ബയാസ് അവിടെ കിട്ടുന്നുണ്ട്. ബട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലൊന്നും വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മാക്സിമം നാളെയും ഒരു ബോറിംഗ് ഡേ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രോ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ. ദെൻ ഇനി മാർക്കറ്റിൽ നോക്കിയാൽ ക്യാഷ് മാർക്കറ്റ് നോക്കിയാൽ FIS ഒരു 865 crore സെൽ സൈഡ് ആൻഡ് DIS ബൈ 1,600 ഡബിൾ ദ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. FISന്റെ DISന്റെ ഒരു ബാക്ക് മീൻസ് ഒരു താഴെ നിന്നുള്ളൊരു സപ്പോർട്ട് എന്ന് വീണാൽ നമുക്ക് DISന്റെ ഒരു ബൈ സൈഡ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ അപ്പോൾ ഓവറോൾ മാർക്കറ്റ് നമുക്ക് കൺസോൾട്ടേഷൻ തന്നെ തരുന്നത്. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ നാളെ ഒരു ബൈ സൈഡൊക്കെ നോക്കുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സോൺ കാര്യങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ബൈന് നോക്കുക. മീൻസ് നാളെയും നമുക്കൊരു കറക്റ്റ് ഒരു സൈഡൊന്നും കിട്ടുന്നില്ല. നമുക്കൊരു ബുൾ സൈഡും ഉണ്ട്, ബിയർ സൈഡും ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫേക്ക് ഔട്ടൊക്കെ തരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ SL ഒക്കെ കറക്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുക ബൈ സൈഡ് ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നാളെ DK ഒക്കെ നടക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഷോർട്ട് സ്ട്രാഡിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് അത് കുറച്ചൊരു ഹെൽപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ നല്ല രീതിയിൽ ഓപ്ഷൻ സെല്ലിംഗ് ആയിട്ടുള്ളവർക്ക് ഷോർട്ട് സ്ട്രാഡിൽ ഫോം ചെയ്യാം. വിത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ഉണ്ടെങ്കിൽ മീൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഡേയ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷൻ ആണ്. അതോടൊപ്പം കോൺട്രും നല്ല രീതിയിൽ വർക്ക് ആകാനുള്ള ചാൻസസ് കമ്മിങ് ഡേയ്സിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസ് പ്ലസ് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷനൊക്കെ യൂസ് ആയിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് സോൺ അവൈലബിൾ, സോണിൻ്റെ ഐഡിയാസ് പ്ലസ് സ്ട്രാഡിലാണോ അല്ലെങ്കിൽ ബിയറിഷ് ആണോ മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലും കൂടി ഫോളോ ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.